ഹേ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നെന്താണെന്ന് കാണണ്ടേ? ഇന്നിവിടെ ഗ്ലാസ്ഗോയിലുള്ള ഒരു കത്തീഡ്രലിലേക്കാണ് വന്നിരിക്കുന്നത്. വാ, അങ്ങോട്ട് പോകാം. ഇതാണ് അപ്പോൾ ആ പള്ളി. ഇവിടെ മെയിനായിട്ട് വന്നത് ഇത് മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല, വേറെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ കണ്ട പൂവും കായും എല്ലാം വെച്ചോരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും മൈൻഡാക്കണ്ട. ഞങ്ങൾ പോയ സമയത്ത് അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പള്ളി ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല. ഇടയ്ക്കിതേ ഒരു തുമ്മൽ വന്നപ്പോൾ അതും വീഡിയോ എടുത്തു വെച്ചു. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇതാണത് ആദ്യം പറഞ്ഞ ആ സംഭവം. ഇതെന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്കാദ്യം കണ്ടപ്പോൾ ഇത് മനസ്സിലായില്ല. ഇതിവിടുത്തെ സെമെട്രിയാണ്. സോ സെമെട്രി മെയിനായിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. എങ്കിൽ കൂടി എനിക്കിതാദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. ബിക്കോസ് അങ്ങനെ ഒരു സ്ഥലമേ അല്ല കാണാനായിട്ട്. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമെട്രിയാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു സെമെട്രി ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷേ കയറി ഒരുപാട് വരും. കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും, എന്താ ഈ കൊച്ചിന് ഈ സെമെട്രിയാണോ വൈബായിട്ട് തോന്നിയതെന്നൊക്കെ. എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും കേൾക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ തോന്നാം. കയറി ഞാൻ ക്ഷീണിച്ചപ്പോൾ അവിടെ ഒന്ന് ഇരുന്ന് പോയി. എന്നിട്ട് കൂടി ഇതേ ഒരാൾ ക്യാമറയും കൊണ്ട് ഓടുന്നുണ്ട്. അതിൻ്റെ കൂടെ പിടിക്കാനായിട്ട് ഞാനും ഒരുവിധം എങ്ങനെയൊക്കെയോ ഓടിക്കോറി മേളിലെത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിലോട് കാണുമ്പം ഇത് എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഏറെക്കുറെ ഗ്ലാസ്സുകൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.